എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്, നമ്മൾക്ക് കൂട്ടാൻ വെക്കാനായിട്ട് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് കുറച്ച് പപ്പടം കയ്യിലുണ്ടോ നല്ലൊരു പപ്പടം കറി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ പാൻ വെച്ച് അതിലേക്ക് ഒരു ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് ഒരു സ്വല്പം കടുകിട്ട്, കാരണം നമ്മൾ ലാസ്റ്റിലും കടുക് വറക്കും. കടുകിട്ടതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പില ഒന്ന് പൊട്ടി വന്നോണ്ടേ ഇതിലേക്ക് 4-5 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ സവാള ചെറുതാണെങ്കിൽ 2 എണ്ണം, എന്നിട്ട് ഞാനിതിലേക്ക് ഒരു 2 മീഡിയം സൈസിലെ ഉരുളൻകിഴങ്ങ് കൂടി ഇങ്ങനെ കീറി കഴുകി വാരി ഇങ്ങനെ ഇടുന്നുണ്ട്. എന്നിട്ട് സ്വല്പം ഉപ്പിട്ടിട്ട് ഇത് നമുക്കൊന്ന് വഴട്ടിയെടുക്കാം. ഞാൻ ഇച്ചിരി നേരം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ചു കൊടുക്കും. കാരണം അടച്ചു കൊടുക്കുമ്പം ആ പൊട്ടറ്റോയിലേക്ക് ഉരുളൻകിഴങ്ങിലേക്ക് വെള്ളം ഇങ്ങനെ ഒന്ന് ഇറങ്ങി വന്ന് ആ പൊട്ടറ്റോ പെട്ടെന്ന് വേവും. ഞാനൊരു ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ആ കഷ്ണങ്ങൾക്കൊരു കളർ കിട്ടാൻ വേണ്ടി. അപ്പം ഞാൻ ഇച്ചിരി നേരം ഇതൊന്ന് അടച്ചു കൊടുക്കട്ടെ. ഇപ്പോഴത്തെ അടുപ്പിൽ ഞാൻ ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് ഒരു 10-12 പപ്പടം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയും ആൾക്കാരുണ്ടോ അതനുസരിച്ച്, ക്വാണ്ടിറ്റി എത്രയും വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് പപ്പടം എടുക്കാൻ. ഞാനിവിടെ ഒരു 10 പപ്പടം എടുത്തിട്ടത് ചെറിയ പീസാക്കി എടുത്തിട്ട് അതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പപ്പടം ഇങ്ങനെ മുറിക്കാതെ മുഴുവനെ മൊത്തത്തിൽ വറുത്തിട്ട് കൈ കൊണ്ട് ഞെവിടി പൊടിച്ചിട്ടാലും മതി. അപ്പോൾ ഇവിടെ ഈ ഉരുളൻകിഴങ്ങ് സവാളയൊക്കെ ഒന്ന് വഴന്നു വന്നുകൊണ്ട് ഞാൻ ഇതിലേക്ക് പൊടികൾ ചേർക്കുന്നുണ്ട്. വളരെ കുറച്ച് പൊടികൾ മതി. ഞാനൊരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1-1.25 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ചെറിയ തീയിലൊന്ന് വഴറ്റിയതിന് ശേഷം ഞാനിവിടെ കുറച്ച് തേങ്ങ, ഒരു മുറി തേങ്ങ, 2 ഏലക്ക, 1 ടീസ്പൂൺ പെരിഞ്ചീരകം, ഇതെല്ലാം കൂടി ഇച്ചിരി മഞ്ഞപ്പൊടിയും ചേർത്തൊന്ന് അരച്ച് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഇച്ചിരി വെള്ളം കൂടുതൽ ഒഴിക്കണം, കാരണം പപ്പടം നമ്മൾ ഇതിലിടുന്നുണ്ടെങ്കിൽ അതൊന്ന് നന്നായിട്ട് സോക്ക് ചെയ്ത് വരും. അതുകൊണ്ട് അതനുസരിച്ച് വെള്ളമൊക്കെ ചേർക്കും. ഞാനിപ്പം പപ്പടം ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ലെവൽ ചെയ്തിട്ടൊന്ന് 5 മിനിറ്റോടെ ചെറിയ തീയിലവിടെ കിടക്കട്ടെ. ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇച്ചിരി നേരം കഴിഞ്ഞുകൊണ്ട് ഇതൊന്ന് തിളച്ച് വന്നായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പം തന്നെ അറിയാമല്ലേ, പപ്പടമൊക്കെ ആ വെള്ളമൊക്കെ അങ്ങ് വലിച്ചെടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ചാറായിട്ട് വേണമെങ്കിൽ കുറച്ച് തിളച്ച വെള്ളമേ ഒഴിക്കാവേ, തണുത്ത വെള്ളം ഒഴിക്കരുത്. അപ്പം ഞാൻ ഈ തിക്കിലാണ് എടുക്കുന്നത്. നിങ്ങൾക്കിനി ചാറായിട്ട് വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ലാസ്റ്റിൽ നമുക്കിതിൽ കടുക് കൂടെ വറുത്ത് ചേർക്കണം. അപ്പോൾ ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ട് ഇതിലേക്ക് സവാളയും കറിവേപ്പിലയിട്ട് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. ഞാൻ ഇച്ചിരി തവിയും കൊണ്ട് ഇതൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, മുഴുവനെ പപ്പടം വറുത്തിട്ട് കൈ കൊണ്ട് പൊടിച്ചിട്ടാലും മതി. അന്നേരം ഇത്രയും വലിയ പീസായിട്ട് കിടക്കത്തില്ല. ഞാൻ അത്രയും ചെറിയ പീസാക്കിയിട്ടും ഇച്ചിരി വലിയ പീസായിട്ടുണ്ട്. പപ്പടം നമുക്ക് പച്ചക്കറി ഒന്നും ഇല്ലാത്ത സമയത്ത് വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു കൂട്ടാനാണിത്. നല്ല ടേസ്റ്റിയുമാണ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കഴിക്കാനും നല്ലതാണ്. അപ്പം നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്.